തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് BJP. പട്ടികയിൽ 27 സ്ഥാനാർത്ഥികളാണുള്ളത്. മുൻ അധ്യക്ഷൻ അണ്ണാമലൈക്ക് സീറ്റില്ല. കെ.വി. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, 27 അംഗങ്ങളുടെ പട്ടികയിൽ സർപ്രൈസ് കാൻഡിഡേറ്റ് ആരെങ്കിലും ഉണ്ടോ BJPക്കായി? അണ്ണാമലൈക്ക് സീറ്റില്ല അല്ലേ? സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന് പറയാൻ ആരുമില്ല. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ഒരു കൗതുകം എന്നുള്ളത് തമിഴ്നാട്ടിലെ തീപ്പൊരി നേതാവ് എന്നൊക്കെ പറയുന്ന കെ അണ്ണാമലൈക്ക് സീറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തിടെ അണ്ണാ-DMK-യുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്നാണ് അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന്, പ്രത്യേകിച്ച് ജയലളിതയ്ക്കെതിരേക്ക് നടത്തിയ പ്രസ്താവനയുടെ പേരിലാണ് അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയത്. ഇതിനുശേഷം കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എന്ന് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതായത് ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടാവില്ല, അച്ഛനെ നോക്കുന്നതിന് വേണ്ടി, വയ്യാത്ത അച്ഛനെ നോക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് അറിയിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹം കേരളത്തിൽ പ്രചാരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. അതിൽ അദ്ദേഹത്തിന് സീറ്റുമില്ല. പ്രധാനമായിട്ടും മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ, മുൻ സംസ്ഥാന അധ്യക്ഷ കൂടിയാണ്. അവർ മൈലാപ്പൂരിൽ, ചെന്നൈ നഗരത്തിലെ മൈലാപ്പൂരിൽ നിന്നാണ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണയും അവർ അവിടെ തന്നെയാണ് മത്സരിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ സാത്തൂരിൽ നിന്ന് മത്സരിക്കും. സിറ്റിംഗ് സീറ്റായിട്ടുള്ള കോയമ്പത്തൂരിൽ നിന്ന്, നോർത്തിൽ നിന്ന് വാനതി ശ്രീനിവാസൻ, അവർ നിലവിൽ MLA ആണ്. അവർ അവിടെ നിന്ന് തന്നെ ജനവിധി തേടും. കേന്ദ്രമന്ത്രി L. മുരുകൻ അവിനാശിയിൽ, കോയമ്പത്തൂർ മേഖലയിലാണ്, അവിനാശിയിൽ നിന്ന് ജനവിധി തേടും. പ്രധാനമായിട്ടും ഈ കൊങ്കുനാട് ബെൽറ്റിൽ നിന്നാണ്, അതായത് ഈ കോയമ്പത്തൂർ, സേലം, ഈറോഡ് ആ ബെൽറ്റിൽ നിന്ന് അണ്ണാ-DMK-യുടെയും BJP-യുടെയും ശക്തി കേന്ദ്രം അവിടെയാണ്. ആ മേഖലയിലാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നിലവിൽ മത്സരിക്കുന്നത്. ഏതായാലും അണ്ണാ-DMK സഖ്യത്തിൽ 27 സീറ്റിലാണ് BJP മത്സരിക്കുന്നത്. ആ സീറ്റുകളിലേക്കൊക്കെയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ 2 സീറ്റുകൾ കൂടുതലാണ് BJP മത്സരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം BJP ഉണ്ടാക്കുമെന്നൊക്കെ അവകാശപ്പെട്ടിരുന്നെങ്കിലും കാര്യമായിട്ട് വോട്ടിംഗ് ശതമാനം പോലും കാര്യമായിട്ട് കൂട്ടാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. ഏതായാലും ഇത്തവണ DMK-യെ താഴെയിറക്കാൻ അണ്ണാ-DMK സഖ്യം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ വിജയുടെ സ്ഥാനാർത്ഥിത്വം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സർക്കാർ വിരുദ്ധ വോട്ടുകൾ, ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ചിന്നിച്ചിതറി പോകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അതിനിടയിലാണ് BJP ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം മത്സരിപ്പിച്ചുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്.